ഈ നഴ്സിംഗ് ജോലിക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലോ, നമുക്ക് അവർക്ക് ഒരു നഴ്സിന്റെ വില എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ഏതൊരു ശരീരവും മരണത്തെ രുചിച്ചു നോക്കുക തന്നെ ചെയ്യും. അഹമ്മദാബാദ് ഫ്ലൈറ്റ് അപകടത്തെ കുറിച്ച് ഇപ്പോൾ നമ്മളെല്ലാവരും കേട്ടോണ്ടിരിക്കുന്ന ഒരു ന്യൂസാണ്. അപ്പോൾ അതില് ആ ഫ്ലൈറ്റിലുണ്ടായ ഒരാളൊഴികെ ബാക്കി എല്ലാവരും മരിച്ചു എന്ന് എല്ലാവർക്കും അറിയാം. അതിനുശേഷം അതില് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, നേഴ്സാണ്, UK വർക്ക് ചെയ്യുന്നത്. ആ കുട്ടീനെ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ആ കുട്ടിയുടെ വീടിന്റെ പാലുകാച്ചൽ എന്താണ്ടൊക്കെ അത് തന്നെ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് ബാക്കിയാക്കി അത് പോയല്ലോ. ആ പെൺകുട്ടി മരിച്ചുപോയി. അപ്പോ അതിനുശേഷം അതിനെ മോശമായ രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തർ സംസാരിക്കുന്നത്. കാണുമ്പോൾ ഞാനും ഒരു പെണ്ണാണ്, ഞാനും ഒരു നേഴ്സാണ്. അപ്പോൾ എനിക്കത് കാണുമ്പോൾ വല്ലാതെ നമുക്ക് ഫീൽ ആവണം. കാരണം നഴ്സിംഗ് എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള, നഴ്സിംഗ് അല്ല ഏത് ജോലിയാണെങ്കിലും സിമ്പിളായിട്ടുള്ളൊരു ജോലിയല്ല. അല്ല, ഈ നഴ്സിംഗ് ജോലിക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലോ, ആതുര സേവനമാണ്. അതായത് ഒരു മറ്റൊരാളെ മനുഷ്യന്റെ കണ്ടാൽ അറപ്പ് തോന്നുന്ന വ്രണം വരെ വൃത്തിയാക്കുകയും അവർക്ക് വേണ്ടി സേവനം ചെയ്യാനും അതിന് പ്രത്യേക മനസ്സ് തന്നെ അള്ളാഹു താല അനുഗ്രഹിച്ച് നൽകിയ ഹൃദയങ്ങൾക്ക് മാത്രമേ ഈ ആതുര സേവന രംഗത്ത്, കാരണം ഒരു മനുഷ്യനെയാണ് പരിചരിക്കേണ്ടത്. ഒരു മനുഷ്യനെ പരിചരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ഒരു മനസ്സോടു കൂടിയാണ് നിങ്ങളെ പോലുള്ളവര് ഈ മേഖലയിൽ ജോലി ചെയ്യുന്നത്. അത് തന്നെ, കാരണം നമ്മൾ അതിന് പ്രത്യേക കഴിവ് വേണം. ഒരു നഴ്സ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഒരുപാട് ക്വാളിറ്റീസ് വേണം ഒരു നഴ്സായി കംപ്ലീറ്റ് ആയി നമ്മളൊരു ജോലിയിൽ ചെയ്യണമെങ്കിൽ. കാരണം യന്ത്രങ്ങളല്ല നമ്മളെ ഹാൻഡിൽ ചെയ്യുന്നത്, മനുഷ്യന്മാരെയാണ്. നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ മതി, ഒരു അസുഖമായി ആരും തുണയും ഇണയും ഇല്ലാതെ നമ്മൾ ഒറ്റപ്പെട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിയുമ്പോഴാണ് അവർക്ക് ഒരു നഴ്സിന്റെ വില എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. ഡോക്ടർമാര് ജസ്റ്റ് അവരെ നോക്കി പോകും. ബാക്കി 24 മണിക്കൂറും നമ്മുടെ ഉറക്കവും ഊണും ഉപേക്ഷിച്ച് കൂടെ നിൽക്കുന്നത് നമ്മളാണ്. ആ ഒരു വ്യക്തിയെയാണ് ഈ സമൂഹത്തിൽ ഒരുപാട് പേര് ആക്ഷേപിച്ചു പറഞ്ഞു, അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരും. എങ്ങോട്ടാണല്ലേ നമ്മുടെ ഈ സമൂഹം പോയിക്കൊണ്ട് ഇരിക്കുന്നത്? നഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ മനസ്സിന്റെ വിശാലത കൊണ്ടായിരിക്കാം അവരെ പറയുന്നൊരു പേരുണ്ട്, ദൈവത്തിന്റെ മാലാഖമാരാണെന്ന്. ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന്റെ കൈകളാണ് അവർ. കാരണം ഒരു മനുഷ്യനെ ഒരു ഡോക്ടർ പ്രഥമ ശുശ്രൂഷയ്ക്ക് ശേഷം ഏൽപ്പിക്കുന്നത് ഒരു നഴ്സിന്റെ അടുക്കയാണ്. ബാക്കിയുള്ള മുഴുവൻ സമയങ്ങളും എല്ലാ പരിചരണങ്ങളും നൽകുന്നത് ഈ നേഴ്സാകുന്ന ആളായിരിക്കാം. അയാളുടെ കയ്യിലൂടെയാണ് പിന്നെ അദ്ദേഹം ജീവിക്കുന്നതും ബാക്കിയുള്ള അദ്ദേഹത്തിന്റെ മുന്നോട്ടുള്ള ജീവിതത്തിന്റെ അവസ്ഥകളും കൈകാര്യം ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ നിങ്ങളൊരു നേഴ്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ അതിനോട് താല്പര്യമുണ്ടോ? ഞാൻ നഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യ ശരീരത്തിൽ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് അവരെന്തൊക്കെ പഠിച്ചിട്ടായിരിക്കും, എത്രത്തോളം സഫർ ചെയ്തിട്ടായിരിക്കും അവർ ആ ഫീൽഡിലോട്ട് കടന്നു വരുന്നതും അവരുടെ മനസ്സും. അങ്ങനെ ഉള്ള ഒരു പെൺകുട്ടിയെ ഒരു മനുഷ്യനെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പ്രതികരിക്കാൻ. ആ കുട്ടി സാമ്പത്തികം ആഗ്രഹിച്ചു പോയതാണെന്നൊക്കെ പറഞ്ഞു ഞാനും ഇങ്ങനെ അതെന്ന് പറഞ്ഞാല് അവർക്ക് ഈ പറയുന്നവര് പറയുന്നതെന്ന് പറഞ്ഞാല് ഗവൺമെന്റ് ജോലിയിലിരിക്കെ അവർ 5 വർഷം ലീവ് എടുത്ത് പുറത്തു പോയി അവിടെ വീണ്ടും ജോലിക്ക് പണത്തിന് വേണ്ടി അങ്ങോട്ട് പോകുക എന്നുള്ളത് അത് അവരുടെ താല്പര്യമാണ്. അവർക്ക് മാത്രം ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു ആനുകൂല്യമല്ല. എങ്കിൽ ശരി, ഈ പറഞ്ഞതിൽ സത്യമുണ്ട്. ഗവൺമെന്റ് സർവീസിലിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും നമ്മുടെ ഗവൺമെന്റ്, ഇന്ത്യ ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു ആനുകൂല്യം, നമുക്ക് 5 വർഷം ലീവ് എടുത്തിട്ട് നമുക്ക് അവിടെ പഠിക്കുകയോ വേറെ ജോലിക്ക് പോവുകയോ ചെയ്യാനുള്ള ഇന്ത്യ ഗവൺമെന്റ് കൊടുത്ത ഒരു ആനുകൂല്യമാണ്. ചിലര് ലീവ് എടുത്തിട്ട്, എനിക്കറിയാം, നാട്ടിൽ ഞാൻ ജോലി ചെയ്ത സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് ഇങ്ങനെ ലീവ് എടുത്തിട്ട് അവർക്ക് ഒന്നുകിൽ ഹയർ സ്റ്റഡീസിന് പഠിക്കാൻ പോകും, അല്ലെങ്കിൽ മറ്റൊരു എന്തെങ്കിലും കാര്യങ്ങൾ അവർ ചെയ്യും. അത് അവരുടെ ഇഷ്ടമാണ്. ഇപ്പോ ഈ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ഇങ്ങനെ ഇരുന്ന് പറയാൻ സിമ്പിളാണ്. ഒരു ഡിഗ്രിക്ക് വേണ്ടി നമ്മൾ പുറത്ത് പോകുമ്പോഴാണ് നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. ഈ പറയുന്ന ആൾക്കാര് അവർക്കും പഠിക്കാൻ അവസരം ഉണ്ടായിരുന്നല്ലോ, അവരും പഠിക്കണമായിരുന്നു. പഠിച്ച് അവർക്കും വേണ്ട വിധത്തിൽ ഗവൺമെന്റ് ജോലി എടുത്ത് ഈ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞത് ഒരു ഉന്നത ഉദ്യോഗസ്ഥനിലിരിക്കുന്ന ഒരാളാണ്, അയാളെ സസ്പെൻഡ് ചെയ്തു എന്നാണ് കേട്ടത്. സസ്പെൻഷൻ കൊണ്ടൊക്കെ എന്ത് കിട്ടാനാ അല്ലേ? ഡിസ്മിസ് ചെയ്ത് തന്നെ വിടണം അവരുടെ ജോലി എന്നല്ല. അപ്പം അതിന് പിന്നാലെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, അവർക്ക് പഠിക്കണം, അവർക്കും ജോലി വാങ്ങിക്കണം, അവർക്കും ഇതുപോലെ ചെയ്യാം. എന്തുകൊണ്ട് മറ്റുള്ളവന്റെ അനുഗ്രഹത്തിൽ ഇങ്ങനെ അസൂയപ്പെടുന്നു? അതാണ് മനസ്സിലാകാത്തത്. ദാരുണമായി മരണപ്പെട്ട ഒരു മനുഷ്യനെ പോലും വെറുതെ വിടാത്ത
പ്രബുദ്ധ കേരളത്തിലെ മലയാളികളാണ്. കാരണം ഇതിനുശേഷം ആരും ഇതിനെ സപ്പോർട്ട് ചെയ്ത് ആരും വന്നത് ഞാൻ കണ്ടില്ല. ഞാൻ ഒരു പെൺകുട്ടിയാണ്, ഞാനൊരു നഴ്സാണെന്നുള്ള നിലയിൽ എനിക്ക് അത് കണ്ടുപോകാൻ എനിക്ക് തോന്നിയില്ല. കാരണം അതിനെക്കുറിച്ച് 2 വാക്കെങ്കിലും പറഞ്ഞ് അവരുടെ ബന്ധുക്കൾ കാണാനിട വന്നാൽ അവർക്കൊരാശ്വാസമാവുമല്ലോ. കാരണം അത്രയും ഇപ്പം മരിച്ചു കഴിഞ്ഞു, ആ 2 കുട്ടികളുണ്ട്, അമ്മയുണ്ട്, അവർക്കിനി തുണ ആരുണ്ട് എന്നുള്ളതല്ലേ നമ്മളെ കൊണ്ട് ഒരു വാക്ക് കൊണ്ട് പോലും നമ്മൾ ഉപകാരം മറ്റുള്ളവനില്ല എങ്കിൽ നമ്മൾ അവിടെ മിണ്ടാതിരിക്കലാണ് ഏറ്റവും നല്ല കാര്യം ചെയ്യല്, അല്ലേ? തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം. വസല്ലമ തങ്ങളുടെ ചരിത്രത്തിൽ കാണാം, ശിഷ്യന്മാരുമായി ഒരുമിച്ചിരിക്കുമ്പോൾ ഒരു അമുസ്ലിം സഹോദരന്റെ, അതായത് യഹൂദിയായ ഒരു മനുഷ്യന്റെ മൃതശരീരം ഇങ്ങനെ ചുമന്നുകൊണ്ട് വരുന്ന ഇത് കണ്ടു. പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് എണീറ്റ് നിന്നു. എണീറ്റ് നിന്നപ്പോഴത്തേന് ശിഷ്യഗണങ്ങൾ ചോദിച്ചു, പ്രവാചകരെ എന്താണ് അങ്ങ് എണീറ്റ് നിന്നത്? അപ്പൊ പറഞ്ഞു, ഒരു മൃതശരീരം വരുന്നുണ്ട്. അത് നമ്മുടെ മുസ്ലിംസിലല്ലാത്ത മറ്റേ മുസ്ലിം കമ്മ്യൂണിറ്റി പെടാത്ത ഒരു ആളാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതൊരു മനുഷ്യനാണെന്നാണ് പറഞ്ഞത്. അതെ, മനുഷ്യനെ എന്ത് ചെയ്യണം? നമ്മൾ ബഹുമാനിക്കണം. അതെ, ഇസ്ലാം പഠിപ്പിക്കുന്നതും അതാണ്. തീർച്ചയായിട്ടും ഏതൊരു മനുഷ്യനും ഏതൊരു മതം എന്നല്ല, മനുഷ്യന് കൊടുക്കേണ്ട പരിഗണനയാണ് ഇസ്ലാമിൽ പഠിപ്പിക്കുന്നത്. അത് മനസ്സിലാക്കാതെ മറ്റുള്ളവർ സംസാരിക്കുന്നത് എന്താ? ഇസ്ലാം അതാണ് ഇതാണ് എന്തൊക്കെയാണ് പറയുന്നത്. അൽഹംദുലില്ലാ, നമ്മള് ഇസ്ലാം മതത്തിൽ വന്നത് ഈ ദുനിയാവില് നമ്മൾ ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. അല്ലാഹു തആല ഖുർആനിലും പറയും, വലഖദ് കറംനാ ബനി ആദം എന്നല്ല, ആദം സന്തതികളെ ഞാൻ ബഹുമാനിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഖുർആനിൽ പറയുന്നത്. അപ്പൊ നമ്മൾ ഏതൊരു മനുഷ്യനും, പാവപ്പെട്ടവനാവട്ടെ പണക്കാരനാവട്ടെ ഒന്നുമില്ലാത്തവനാവട്ടെ ആരായാലും നമ്മൾ അവരെ പരിഗണിക്കണം. അത് മനുഷ്യനാണ്. മനുഷ്യനെ പരിഗണിക്കലാണ് മാനവികത. അവിടെ ജാതിയില്ല, വർണ്ണ വിവേചനങ്ങളൊന്നുമില്ല. എന്റെ കൂടെ ഇപ്പം ഹൈന്ദവരുണ്ട്, ക്രിസ്ത്യാനികളിൽ വിശ്വസിക്കുന്നവരുണ്ട്, ഇവരെല്ലാം നമ്മൾ ഒരുപോലെയാണ് നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത് തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മൾ മതത്തിന്റെ അതിർവരമ്പുകളില്ല, മനുഷ്യനായിട്ടുള്ള. നമ്മള് ഈ എതിർക്കുന്നത് എന്താണ്? ആശയങ്ങളെയാണ്, ഒരിക്കലും ജാതിനെയോ മതത്തിനെയോ മനുഷ്യനെയല്ല. ചിലരുന്നയിക്കുന്ന ആശയങ്ങളെ മാത്രമാണെന്ന് എന്നെ സംബന്ധിച്ച് ഞാൻ എതിർക്കുന്നത്. അല്ലാതെ എൻ്റെ കൂടെ പല ആൾക്കാരുണ്ട് ജോലി ചെയ്യുന്നവർ, അവരെല്ലാം ഞാൻ എന്നെ പോലെ തന്നെ അവരെയും ഞാൻ സ്നേഹിക്കാനേ ശ്രമിക്കുന്നുള്ളൂ. പക്ഷെ ചിലരുന്നയിക്കുന്ന ആശയങ്ങൾ മാത്രമാണ് ഒത്തുചേരാതെ പോകുന്നത്. ചില സ്ഥലത്ത് നമ്മൾ മൗനം പാലിക്കണം, പ്രതികരിക്കുക തന്നെ വേണം. ഈ കാലഘട്ടത്തിൽ ആശയത്തെ നമ്മൾ എതിർക്കുമ്പോഴത്തേനും ആശയം പറയുന്ന ആളുടെ മതത്തിലോട്ട് നോക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ടാണ് ഇസ്ലാം മതത്തിനെ എല്ലാവരും പല രൂപത്തിലും വക്രമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി വരുന്നത്. തീർച്ചയായിട്ടും ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളും മരിക്കും എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ഓർക്കുക. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ഏതൊരു ശരീരവും മരണത്തെ രുചിച്ചു നോക്കുക തന്നെ ചെയ്യും എന്നും വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ നിമിഷം അല്ലെങ്കിൽ മറ്റൊരു നിമിഷത്തിൽ അള്ളാഹുവിലോട്ട് യാത്രയാകുന്നവരാണ് എന്ന ചിന്തയോടുകൂടി തന്നെ നമ്മൾ ജീവിക്കുക. എന്തുകൊണ്ടാണ് ഈ മരണം ഓർത്തോർത്ത് നമ്മൾ ജീവിക്കണം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ, നമുക്ക് മറ്റൊരാളെ വേദനിപ്പിക്കാൻ കഴിയില്ല. ഞാൻ മരിച്ചു പോകുമല്ലോ, ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ ഞാൻ വേദനിപ്പിച്ച മനുഷ്യൻ്റെയോട് എനിക്ക് പൊരുത്തം ചോദിക്കാനുള്ള അവസരം കിട്ടില്ലല്ലോ എന്ന ചിന്ത നമുക്ക് എപ്പോഴും എന്ത് ചെയ്യണം? ഉണ്ടാവണം. അത് ഭാര്യയാവട്ടെ, ഭർത്താവട്ടെ, മക്കളാവട്ടെ, മാതാപിതാക്കളാകട്ടെ, നമ്മുടെ കൂട്ടുകുടുംബം ആരുമാവട്ടെ, നമ്മൾ അവരെ ഒന്നും വേദനിപ്പിക്കാതെ എന്ത് ചെയ്യുക? ജീവിക്കുക. നമുക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റിന് നമ്മൾ ക്ഷമ പറയാൻ കാണിക്കുക. നമ്മൾ താഴ്മ കാണിച്ചാൽ നമുക്ക് ഒരിക്കലും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഉയർച്ചയല്ലാതെ മറ്റൊന്നും കിട്ടാനില്ല. ഉയർച്ച മാത്രമേ മൻ തവല്ലാ റഫഉല്ലാ, ആര് താഴ്മ കാണിക്കുന്നോ അവൻ അല്ലാഹു തആല ഉയർത്തും. ഇനി നമ്മുടെ ഭാഗത്തല്ല തെറ്റെങ്കിലും നമ്മൾ പോയി തെറ്റ് ക്ഷമ പറഞ്ഞു നോക്കി, നമ്മുടെ മനസ്സിന്റെ വിശാലത കണ്ട് അദ്ദേഹം നമ്മളോട് ചേർന്ന് നിൽക്കത്തേ ഉള്ളൂ. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു മനസ്സുണ്ടാവണം. തീർച്ചയായിട്ടും മറ്റുള്ളവരെ ആക്ഷേപിക്കാനോ പരിഹസിക്കാനോ നെഗറ്റീവ് പറയാനോ പോകേണ്ടതില്ല. എല്ലാവരെയും അല്ലാഹു തആല പരിപൂർണരായിട്ടല്ല സൃഷ്ടിച്ചിരിക്കുന്നത്. എല്ലാവർക്കും അവരുടേതായ പോരായ്മകളുണ്ട്. എനിക്കുണ്ട് പോരായ്മ, എൻ്റെ പ്രിയപ്പെട്ടവൾക്കുണ്ട് പോരായ്മ. ഇപ്പൊ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോയുടെ താഴെ ഒരുപാട് പേര് നെഗറ്റീവ് പറയുന്നുണ്ട്. ആ നെഗറ്റീവിന് പ്രതികരിക്കാൻ അറിയില്ലാത്തത് കൊണ്ടല്ല ഞങ്ങൾ പ്രതികരിക്കാത്തത്. ആ നെഗറ്റീവ് ഒക്കെ ഞങ്ങൾ ഇങ്ങനെ ഡിലീറ്റ് ആക്കി വിടുകയാണ്. പറയാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്, പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. നമ്മൾ എന്നും സന്തോഷമേ ഉള്ളൂ. നമ്മുടെ തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും.
അതില് നല്ലതാണെങ്കിൽ നമ്മൾ സ്വീകരിക്കും, അല്ലാത്തതാണെങ്കിൽ നമ്മളത് അവോയ്ഡ് ചെയ്യും. അത്രേ ഉള്ളൂ. ആരോടും ഒരു വിദ്വേഷവും ഇല്ല, ഒന്നുമില്ല. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ എല്ലാവരെയും ചേർത്ത് വെക്കുക എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോയുമായിട്ട് ഞങ്ങളുടെ മുന്നിൽ ഇൻഷാ അല്ലാ അടുത്ത് തന്നെ നമുക്ക് കാണാം.